പണിക്കരെ നമ്മളിവിടെ ഒരു സ്കിറ്റ് ചെയ്യാൻ വന്നതാ. ആവാഹനം എന്നാണ് സ്കിറ്റിന്റെ പേര്. അതൊന്ന് കൊഴിപ്പിച്ചിങ് എടുക്കുക. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിലെടുത്ത്. കേരളത്തെ ഒന്നടങ്കം ചിരിപ്പിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരെ ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വേറൊരു മാർഗവും ഇല്ല. അല്ലാതെ ഒരു മാർഗവും ഇല്ല. എന്നാ അരക്കായി നോക്കാം അല്ലേ? അരക്കായി നോക്കാം. അപ്പൊ ഞാൻ ലിനീഷ് കുമ്പളം, ഞാൻ ബിനു വടകര, ജയൻ കുമ്പളം. അപ്പോ പെർഫോമൻസ് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഫൺ സ്റ്റാർസ്, നിങ്ങളുടെ ആദ്യത്തെ ചിരിമീറ്റർ നമുക്ക് നോക്കണ്ടേ? ചിരിമീറ്റർ തിരിയട്ടെ. തിരിച്ചു വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ ചിരിമീറ്റർ. അതിൽ എത്രയാണ് ബാലൻസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. 0 ആണ് ബാലൻസ്. 6 മിനിറ്റാണ് സമയമുള്ളത്. അപ്പം ആദ്യം ഇത് കറക്കി പിടിവള്ളിയായിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതായിരിക്കും അവിടെ സേഫ്. ഓക്കെ, ആരാ കറക്കാൻ പോന്നേ? ഐശ്വര്യമായിട്ട് കറക്കിക്കോ. ഹോം ക്രീം നമ്മളിങ്ങനെ നോക്കിയിരിക്കും എപ്പോ വരും. വീശ കരിഞ്ഞു പോയോ? ഇല്ല, മുടി കരിഞ്ഞു. 10,000 rupees ആണ്. നിങ്ങൾ ആദ്യമായിട്ടല്ലോ ഇവിടെ. അപ്പൊ 10,000 rupees നിങ്ങൾക്ക് ഇതാ അവിടെ സേഫ് ആയിട്ട് ചിരിമീറ്ററിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് പറയുന്നത് 1 മിനിറ്റ് സേഫാ. ബാക്കി സേഫ് ആക്കണം. അതുപോലെ കൗണ്ടർ പറയണം. ഈ പറയുന്ന കൗണ്ടറൊക്കെ ടൈമർ വരുമ്പോഴത്തേക്കും ഉണ്ടാവണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യായേ നമഃ. ശശിയുമില്ല, വർണ്ണവുമില്ല, ആരുമില്ല. എന്നാ ചുവന്ന വർണ്ണത്തിലൊരു സാധനം കഴിക്കാം. മൂന്ന്. ഓ, പാമ്പ് അടിച്ചല്ലോ. എന്റെ അടുത്താണ് എന്റെ കളി. അല്ല മച്ചി. അസ്പഷ്ടം ദൃശ്യമാത്രേ പുനരൊരു പുരുഷാത്ത ബ്രഹ്മദത്തം തദ്ധാബദ്ധാനാം ബ്രഹ്മസാക്ഷാത്കാരം. ഓ, എന്താ ബഹളം കേട്ടേ? ഞാൻ അപ്പുറത്തെ പണിക്കരത്തൊന്ന് കയറിയതേനു. ഓനാണെങ്കിൽ ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. മുഴുവൻ തെറിയ അച്ഛനെ പറഞ്ഞു കളിയാ. മരിച്ചു പോയ അച്ഛനാ. എത്രയാ കേട്ട് നിൽക്കുക. ചവിട്ടി കൂട്ടി കളിക്കും ഞാൻ. എന്തായാലും 2 ആഴ്ച കഴിയും മൂത്രം പോവേ. ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ കേട്ടോ, അത് ബംഗാളിയാ. 2 ദിവസത്തേക്ക് ഇവിടെ പണിക്ക് വന്നാ 3-ാമത്തെ ദിവസം ഒരു കബഡി പലയും വാങ്ങിയിട്ട് ആടാങ്ങ് തുടങ്ങി. പിന്നെ ഈ അച്ഛാന്ന് വിളി നിങ്ങൾ അച്ഛനെ പറഞ്ഞില്ല, അത് ഹിന്ദി പറഞ്ഞതാ. അയ്യോ പാവല്ലേ. ഒരു പാപ്പോല. ഇതെല്ലാം അങ്ങനെ മുളയിലെ നുള്ളി കളാണോ? അപ്പൊ അത് നടക്കൂല പണിക്കരെ. അറിയാണ്ട് ഒരു പ്രാവശ്യം ചെയ്തു പോയതാ. എന്ത്? മുളയില് മുള്ളി ചമ്പോ. അട്ടെ, വന്ന കാര്യം പറയാ. വന്ന കാര്യം തന്നെ സ്വന്തം പൊരേ കിടന്ന് ഉറങ്ങുവാനാന്നില്ല. അതിപ്പോ മിക്കവാറും ആൾക്കാർക്കും അങ്ങനെ ആവുന്നില്ലല്ലോ. അതല്ലാന്ന്. ഞാൻ 2 അടിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരും. ഓഹോ. വീട്ടിന്റെ അകത്തേക്ക് അങ്ങ് കയറും. പിന്നെ ഒരു സംഗതി ഓർമ്മ ഉണ്ടാവില്ല. പിറ്റേന്ന് ബോധം തെളിയുന്ന അപ്പുറത്തെ പറമ്പിലാ. ഇത് എന്റെ അച്ഛൻ ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. മൂപ്പുറം മരിച്ചിട്ട് ആവാഹിച്ചിട്ടില്ല. ആ ചടങ്ങ് നടത്തണം. എന്നാ ചിലപ്പോ മാറ്റം ഉണ്ടാവുമായിരിക്കും. ഓ, ആവാഹന ക്രിയ നടന്നിട്ടില്ല എന്നർത്ഥം. അതിലല്ലേ നാം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അച്ഛൻ അങ്ങ് കുപ്പി കരി കളിയാ. എന്റെ അച്ഛന്റെ പേര് മായാവി എന്നല്ലോ. അല്ല, നമുക്ക് കുടത്തിലേക്ക് ആക്കി കളിയാ. ചിതാഭസ്മം ഇങ്ങോട്ട് എടുക്കുക. എന്താ സ്പോഞ്ചോ? അത് ചിലപ്പോ അച്ഛന്റെ ശ്വാസകോശമായിരിക്കും. വലിച്ച് ശ്വാസകോശം സ്പോഞ്ച് പോലെയായി പോയി. ഓഹോ, അങ്ങനെയാണോ? നാല്. 1 2 3 4. നിങ്ങൾ 3 1 2 3. പാമ്പ് കടിച്ച്. അല്ല പണിക്കരെ, ഞാനിവിടെ എവിടെയും പാമ്പ് കളിക്കാനാ വന്ന്. നിങ്ങൾ കബഡി വരുത്തുന്നു. ശരിയാ. ശരി. ഓം. അട്ടെ, എങ്ങനെയാ മൃത്യു സംഭവിച്ചത്? അടിതെറ്റി വീണതാ. അടിതെറ്റി വീണതോ? ഞാൻ കാലിനാണ് ഉദ്ദേശിച്ച, തലക്കായി പോയി. ഓ, തന്തേ തല്ലിക്കൊന്നൂല്ലേ? ദേവിയേ പാപേണ കർമ്മ പാപസ്യാനാവോ. പ്രസാദ കഴിച്ചോളുക. മസാല കറില്ല. കഴിച്ചോള. ഉഗ്രരൂപിണിയായ ദേവി കഴിച്ചോളൂ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. ഇതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായത്? എന്ത്? എന്റെ ഭാര്യന്റെ പേര് പ്രസന്നയാന്ന്. പ്രസന്നവദനം ധ്യായേ നമഃ. ആകെ പ്രശ്നമാണല്ലോ. എന്തെന്നാ പണിക്കര് ഇത്ര പ്രശ്നോ? കേതു ചന്ദ്രനായിട്ട് അങ്ങനെ പിണങ്ങി കിടക്കുക. ഈ മാധവും ചന്ദ്രനും പണ്ടേ ഇങ്ങനെ പടിഞ്ഞാണ് എവിടെ ഉണ്ടാവും. മാധു അല്ല, കേതു. കേതു ഉച്ചത്തായില്ല.
അതുകൊണ്ട് ആവാഹനക്രിയ എപ്പോ നടത്തോ? പെട്ടെന്ന് നടത്താം. പെട്ടെന്ന് നടത്തുക. എന്നാ കൊട എടുക്കുക. ആ ഭസ്മ ഇവിടെ. ഓം ക്രചട ക്രചട പ്രചട ഘോര ഘോര ഓ തൽഹ കൊൽഹ ഓ വരിക. അങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. കുടത്തിലേക്ക് കയറുക, കുടത്തിലേക്ക് കയറുക. ബന്ധിക്കുക, ബന്ധിക്കുക. ബന്ധിച്ചോളൂ, ബന്ധിച്ചോളൂ. വിട് പണിക്കരെ, അച്ഛനെ വിട്. നിങ്ങൾ കെട്ടഴിക്കുക. നാമും ഇവിടെ ബന്ധനസ്ഥാനിരിക്കുന്നു. കെട്ടഴിക്കുക. പണിയായിട്ട് അയച്ചോളൂ. നോക്കണേ. ബന്ധിച്ചോളൂ, ബന്ധിച്ചോളൂ. നന്നായി ബന്ധിച്ചോളൂ. അടിയിട്ടില്ലാലോ? ഇല്ല ഇല്ല. കൊണ്ടുപോയി കഞ്ഞി വെക്കുക. ഇതെങ്ങനെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നേ? എന്ത്? എന്റെ അച്ഛൻ പേറും കഞ്ഞിയേനു. അതല്ല, കഞ്ഞി മൂലം കൊണ്ട് സ്ഥാപിക്കുക. അതാ ഉദ്ദേശിച്ചത്. ആ സന്തോഷായല്ലോ. സന്തോഷായി. എങ്കിലും ദക്ഷിണ വെച്ചോളുക. കാര്യായിട്ടുണ്ടല്ലോ. ദക്ഷിണ നാം കൈകൊണ്ട് വാങ്ങാറില്ല, പട്ടിലിട്ടോളുക. പണിക്കരെ ഇതിവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതപ്പോ പുറത്തായി. എന്റെ ഷെയർ നിങ്ങൾ ഷെയർ ഇട്. അല്ല ഞാനെന്തിനാ ഷെയർ ഇടുന്നത്? ഇതെന്റെ സാധനല്ലേ? അത് പറഞ്ഞിട്ടില്ല, അടിക്കുമ്പോ 50 അതാണ് കേട്ടാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഇത് പുറത്തായല്ലോ സാധനം അല്ലേ? പുറത്തായ സാധനം അകത്താക്കണമെന്നാണ്. പിന്നെ അകത്തായ സാധനം പുറത്തേക്കാക്കരുത്. ഇതെന്നാ പണിക്കര തീ കട്ടിയാ? ഇത് നമ്മള് വാറ്റുണ്ടാക്കിയതാ, അതില് കളർ ചേർത്തതാ. എന്റെ അമ്മോ. അല്ല പണിക്കരെ, ഇതിപ്പോ എന്റെ വീട്ടിലെ ബാധേന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാധ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അത് ബാധേനെ പേടിച്ചിട്ട് നമ്മൾ ഇത് കഴിക്കരുത്. അഥവാ ബാധേനെ പേടിച്ചാൽ ദേവിയേ മനസ്സിൽ അങ്ങോട്ട് തണിക്ക. എന്ത് ഏതാ പണിക്കര് ബാധ? ദേവിയേ ഇതെന്ത് ദേവിയ? അല്ല പണിക്കരെ, ഓ എന്റെ ബാധേന്റെ കാര്യം. ഇവിടെ ഇതുപോലൊരു ബാധയാടോ നിന്റെ വീട്ടിലും? ഇതിനൊരു പരിഹാരം ഇല്ല. കൗണ്ടർ മണി നിങ്ങൾക്ക് എത്രയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കാം. ഓ ക്രീം 14,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 14,000 രൂപ. 6 സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നു. 6 സെക്കൻഡിൽ വേണമെങ്കിൽ ചടപടയുന്ന ഒരു റൗണ്ട് കൗണ്ടറും കൂടി ഇടായിരുന്നല്ലേ? കിട്ടുന്നത് അയ്യോ, ഇത് എന്ത്? നിങ്ങൾ ആദ്യം വന്നപ്പോ ഭാഷ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. പിന്നെ ശ്രദ്ധിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായി. കണ്ണൂരാണോ സ്ഥലം? കണ്ണൂരല്ലേ? കോഴിക്കോട്. കോഴിക്കോട് ഇങ്ങനെയായിരുന്നു. കുറ്റ്യാടി. അങ്ങനെ പറ. ശരി, അപ്പൊ എന്തായാലും ചേച്ചി എന്തോ എന്തപ്പോ പറയാനുള്ളത്? ഒന്നും ആദ്യമായിട്ടല്ലേ നിങ്ങള്? അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സത്യം പറഞ്ഞാൽ വന്നപ്പോ തന്നെ ലോട്ടറി അടിച്ചു. 10,000 രൂപ ഒറ്റയടിക്ക് ഒരു കൗണ്ടർ പോലും ഇല്ലാതെ കിട്ടി. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാ. പക്ഷെ അതിലും താഴെ പോവാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്പീഡാവാമായിരുന്നു തോന്നുന്നു. അപ്പൊ അതായിരിക്കും ഈ പെട്ടെന്ന് നിർത്താനുള്ളൊരു ധൃതി ഉണ്ടായിരുന്നോ ബസർ അടച്ചിപ്പം ലാസ്റ്റ് ആയപ്പോ? ഇല്ല, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സ്കിറ്റ് ഇത്ര ഉണ്ടായിരുന്നു. അപ്പൊ 6 സെക്കൻഡ് ഇനിയും മിച്ചം കിടക്കുകയാണല്ലോ. വേണ്ടാന്ന് വെച്ചോ? അപ്പൊ വേണ്ടെന്ന് വെച്ചല്ല, അത് പുറത്തുനിന്ന് ചെയ്തപ്പോ ടൈം ഉണ്ടായി. 6 സെക്കൻഡ് സ്പീഡ് കൂടിപ്പോയോ? ഇവിടുന്ന് സ്പീഡ് കൂടിയതായിരിക്കും. അതാണ്. കുഴപ്പമുണ്ടായില്ല. ജോൽസിന്റെ കാരിക്കേച്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാമ്പും കോണിയും കളിക്കുന്നൊക്കെ. എനിക്കൊന്ന് നമ്മളുടെ ടൈമിങ്സിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ബസർ അമർത്തുന്നുണ്ട്. പക്ഷെ ആ ബസർ അമർത്താനുള്ള ഒരു ചാൻസ് നമുക്ക് ഗ്യാപ്പ് ഒരുപാടുണ്ടായിരുന്നു. അതാ പറ്റിയത്. അത് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, സാരല്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. നിങ്ങൾ മറ്റേ ലേഡി ക്യാരക്ടർ അവസാനം ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നു. എഡോൺ മൈക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഡയലോഗ് നേരത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടത് കട്ട് ചെയ്ത് ഡയലോഗ് ഇല്ലായിരുന്നു. പിന്നെ പോണ വഴി ഒരു സാധനം ഇരുന്നോട്ടെ അല്ലേ, ഒരു ബലത്തിന്. അപ്പോൾ ബാക്കി രണ്ടുപേരുടെ പെർഫോമൻസ് സൈഡ് ഒന്നും പറയാനില്ല. നിങ്ങൾ നന്നായിട്ട് ശരി, എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ലൊരു സ്കിറ്റിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ പോർഷൻ നിങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ നമ്മളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടറുകൾ വേണം. എന്നാൽ പോലും നിങ്ങൾക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ഒരു 10,000 രൂപ അടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഒരു 4,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. 4,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്കത് പിന്നെ 2 കൗണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 18 വരെ പോയിട്ട് പിന്നെ അത് ഞാൻ പറയുന്നത് ശരിക്കും 2 കൗണ്ടറിന്റെ പൈസ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ നിലവിലുള്ളൂ.
ബാക്കിയെല്ലാം താഴേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് നോക്കിയിട്ട് ഇത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ സ്കിറ്റുകൾ ഉണ്ടാക്കണം. സ്കിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ കമ്മിറ്റ് ചെയ്യണം. കാരണം പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൗണ്ടറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള കൗണ്ടറുകൾക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ച് പോവുക. ഓക്കെ സൂപ്പർ. യെസ് പട്ടു ചേട്ടാ. 1 സ്റ്റാർസ്. നിങ്ങൾ 3 പേരും സ്റ്റാർ തന്നെയാണ്. മികച്ച കലാകാരന്മാരാണ്. കാരണം അല്ലെങ്കിൽ അങ്ങനെ വന്ന് നിന്നൊരു ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ തുടക്കത്തിൻ്റെതായ ചില ടീം ആദ്യം വന്നിട്ട് ഒന്ന് സെറ്റാവാൻ, ഒന്ന് ക്ലച്ച് പിടിക്കാൻ ചെറിയ ടൈം എടുക്കും. ആ ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നല്ല ഒരു എന്താ പറയുക, കുറച്ചും കൂടി ചടുലതയുള്ള കൗണ്ടറുകളുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങളത് പൊളിച്ചെടുക്കും എന്നുള്ള യാതൊരു സംശയമില്ല. പിന്നെ കണിയാനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഒരിക്കലും ഇത് വെച്ച് പൂജിക്കരുത്. പട്ട് മാറ്റിയപ്പോഴാണ് ഞാൻ കയറ്റം മനസ്സിലായത്. അതിൻ്റെതായ ചില കുഴപ്പങ്ങളാണ്. എന്നാൽ പോലും നിങ്ങൾ പൊളിക്കും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഫൺ സ്റ്റാർസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ 14,000 നിങ്ങൾ ചെല്ലുക, എന്നിട്ട് ഗംഭീരമായിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും ഇതിലും വലിയ കൗണ്ടർ മണി നിങ്ങൾക്ക് നേടാൻ പറ്റും. പിള്ളേർ പൊളിച്ചടുക്കി. അടിപൊളി ഡാൻസ് ആയിരുന്നു. അല്ല സോറി, സ്കിറ്റ് സൂപ്പർ ആയിരുന്നു. ഞാന് സത്യം രണ്ടുപേരും ഞാൻ കൊണ്ടുപോയില്ലേക്കാ. ഇപ്പൊ ട്രൂപ്പിന് അവർ രണ്ടുപേര് പോരാ, ഒരു 3 പേരോടെ വേണം. അത് ഞാൻ പൊക്കാൻ വന്ന എനിക്കൊരു റിക്വസ്റ്റ്, അതെ, ഒരു അപേക്ഷയാണ്. എന്താണ്? ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ എന്റെ ഒരു സ്റ്റെപ്പ് കുറച്ച് ഓസ്കാർ വരെ ഒന്ന് കട്ടെടുത്തോട്ട് പോയിട്ടുണ്ട്. ഓസ്കാർ മേടിച്ച കുറെ ആൾക്കാര് അവര് വന്ന് എന്റെ സ്റ്റെപ്പ് എടുത്തോണ്ട് പോയി. ഏത് സ്റ്റെപ്പ് ആയിരുന്നു? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടിന് നാട്ടുകെട്ട് അല്ലേ, നാട്ടുകാട്ട്, ആ പാട്ടിന്റെ സ്റ്റെപ്പ് എന്റെ അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. അങ്ങനെ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്റ്റെപ്പായിരുന്നു ഞാൻ. അത് ഞാൻ ഈ പാട്ടക്കകത്ത് പാറ്റ കൊണ്ടുവരും. പാറ്റ കൊണ്ടുവന്ന് ഇങ്ങനെ വെതറിയിട്ട് പാറ്റ ചവിട്ടിക്കൊല്ലുന്ന സ്റ്റെപ്പാണ് അവരെടുത്തോണ്ട് പോയത്. അതെങ്ങനെയാന്ന് കാണിച്ചു. ഹലോ ചേട്ടാ, എന്റെ സ്റ്റെപ്പ് പാറ്റയത്ത് ഇനി അത് കാണിച്ചിട്ട് ഇവിടെ കിടന്ന് ചാകണ്ട. അല്ല, ഇവരെ ഞാൻ അങ്ങ് എടുത്തോട്ടെ. അത് എടുത്തു. അല്ല, പോകുന്നതിന് മുമ്പ് ഇവർക്ക് പ്രൈസ് മണി കൊടുക്കണ്ടേ? ഇത് കാശല്ലേ? ഇതിൽ എത്രയുണ്ട്? അതിനകത്ത് ഇവർക്ക് ഇതിന്ന് എണ്ണി പറക്കി ഒരു 14,000 ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. 1 ലക്ഷം ഉണ്ട് അതിനകത്ത്. അവര് കാര്യം ചെയ്യാം, തുറന്നിട്ട് 14,000 ഇവർക്ക് കൊടുക്കാം. ഞാൻ പുറത്തോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചേട്ടൻ ട്രൂപ്പിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് പെർഫോമൻസ് അടിപൊളിയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. ഇതിപ്പോ ഇവർക്ക് കൊടുത്തേക്കാവോ? ഞങ്ങൾക്ക് ഒരു അഷ്യൂരിറ്റിക്ക് കൊടുക്കാം. അല്ല, ഇത് ഇവർക്ക് കൊടുക്കുന്ന കാണണം ഞങ്ങൾക്ക്. ഇങ്ങനെ കൊടുക്കണേ, കറക്റ്റ് എഴുതി മേടിച്ചോളാം കേട്ടോ. ശരി, അപ്പൊ എന്തായാലും വിക്രം സാർ, ഓക്കെ, താങ്ക് യു. ടേക്ക് ദം. എന്തായാലും വിക്രം പോയിരിക്കുകയാണ്. അടുത്ത ട്രൂപ്പിൽ സെറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്.